പ്രിയ വചനയാത്രക്കാർക്ക് തപസ് കാലം 4-ാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ വിചിന്തനത്തെ 5 പോയിന്റുകളായി ക്രമീകരിക്കുകയാണ്. 1. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഉയർത്തുക എന്ന ക്രിയാപദം അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹ്യുപ്സോ എന്നാണ്. ഇത് യേശുവിൻ്റെ പെസഹ രഹസ്യത്തിലെ 3 ഉയർത്തപ്പെടലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1. കുരിശിലേക്ക് ഉയർത്തപ്പെടുക. 2. കല്ലറയിൽ നിന്ന് ഉയർത്തപ്പെടുക. 3. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുക. മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയപ്പോൾ സർപ്പദംശനമേറ്റവർ സൗഖ്യം പ്രാപിച്ചു എന്ന് സംഖ്യ 21:9 നാം മനസ്സിലാക്കുന്നു. യേശു കുരിശുമരണത്തിൻ്റെയും മഹത്വീകരണത്തിൻ്റെയും ഉയർത്തപ്പെടൽ വഴി എല്ലാവരും പുതിയ ജീവനിലേക്കും ദൈവരാജ്യത്തിലേക്കും പ്രവേശിക്കുന്നു. 2. ഉയർത്തപ്പെടുന്നത് നിത്യജീവന് വേണ്ടിയാണ്. യോഹന്നാൻ ആദ്യമായിട്ടാണ് നിത്യജീവൻ എന്ന പദം ഇവിടെ ഉപയോഗിച്ച് കാണുന്നത്. ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിൽ വിശ്വാസം കൊണ്ടുവരുന്ന മാറ്റം സൂചിപ്പിക്കുന്നതാണ് നിത്യജീവൻ. ഈ മാറ്റം ഭാവിയിൽ സംഭവിക്കുന്നതല്ല, അത് ഇന്ന് ഇവിടെ ഇപ്പോൾ ആരംഭിക്കേണ്ടതാണ്. ദൈവ സാന്നിധ്യത്തിൽ ഇടതടവില്ലാതെ തുടരുന്ന ജീവിതമാണ് നിത്യജീവൻ. ആ ജീവന് സ്വർഗത്തിൽ നിത്യമായി ഉടമകളാകും എന്നുള്ള പ്രത്യാശയിൽ ഈ ലോകത്തിൽ തന്നെ നാം കൃപ സ്വീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:10, 1 യോഹന്നാൻ 5:13. ഇപ്പോൾ നിത്യജീവന് ഇവിടെ ഏറ്റവും പ്രധാനമായി അടിവരയിടുന്നത് വിശ്വാസം മൂലം ഒരു വ്യക്തിയിലുണ്ടാകുന്ന ജീവിത മാറ്റത്തെ, വീക്ഷണത്തെ, ദർശനത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. വിശ്വാസമാണ് ഇവിടെ പ്രധാനം. 3. ദൈവം ഏകജാതനം നൽകി. ഏകജാതനം നൽകി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡീദോമി എന്ന ഗ്രീക്ക് പദമാണ് നൽകി എന്നിവിടെ വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഇവിടെ മാത്രമാണ് വിശുദ്ധ യോഹന്നാൻ ഏകജാതനെ അയച്ചു എന്നതിന് പകരം ഏകജാതനെ നൽകി എന്ന് സൂചിപ്പിക്കുന്നത്. നൽകി എന്നതിലൂടെ അർത്ഥമാക്കുന്നത് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും വ്യാപ്തിയും പ്രകടമാക്കാൻ ദൈവം തൻ്റെ ഏകജാതനെ ദാനമായി നൽകി. നൽകുക എന്ന പദം യേശു ലോകത്തിന് നൽകുന്നതിൻ്റെ എല്ലാം ഉറവിടം ദൈവമാണെന്ന് അടിവരയിടാനാണ് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 4. വിശ്വസിക്കാത്തവർ നശിച്ചു പോകും. വിശ്വസിക്കുക എന്നാൽ ഹൃദയം കൊടുക്കുക എന്നാണ് അർത്ഥം. ഹൃദയം കൊടുക്കുന്നത് യേശുവിനാണ്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 11:25-26 വരെ. ഇവിടെ 2 സാധ്യതകളാണുള്ളത്. പിതാവായ ദൈവം യേശുവിനെ ലോകത്തിന് നൽകുമ്പോൾ യേശുവിൽ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യാം. അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അവർക്ക് ജീവൻ ലഭ്യമാകും, ദൈവിക ജീവൻ, ജീവന്റെ സമൃദ്ധി. വിശ്വസിച്ചില്ല എങ്കിൽ അത് അവരുടെ തന്നെ കുറ്റമാണ്. 5. വിശ്വാസമാണ് വിധിയുടെ ആധാരം. യേശു പറയുന്നു, വിശ്വസിക്കാത്തവർ അവർ തന്നെ സ്വയം വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രകാശത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർ വിധി സ്വയം ഏറ്റുവാങ്ങുന്നു എന്നാണ് സൂചന നൽകുന്നത്. ദൈവപുത്രനെ പരിത്യജിക്കുന്നത് ആത്മീയ അന്ധകാരത്തെയും നിത്യമായ മരണത്തെയും സ്വീകരിക്കുന്നതിന് തുല്യമാണ്. ഈ വിധി മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നതല്ല, യേശുവിൽ വിശ്വസിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു വ്യക്തിയിലെ നന്മയും തിന്മയും ജീവനും മരണവും തീരുമാനിക്കുന്നത് ആ വ്യക്തി യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ എടുക്കുന്ന തീരുമാനത്തെ ആസ്പദമാക്കിയാണ്. തീരുമാനമാണ് ഏറ്റവും പ്രധാനം. വിശ്വാസവും തീരുമാനവും അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. നിക്കോദേമോസ് രാത്രിയിൽ യേശുവിനെ കണ്ടുവെങ്കിലും യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചില്ല. കാരണത്താൽ നിക്കോദേമോസ് അന്ധകാരത്തിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ യേശുവിനെ അനുകരിക്കുക എന്ന് പറയുന്നത് പിതാവായ ദൈവം നമുക്കായി നൽകിയ ദാനമാണ് യേശു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യേശുവിലൂടെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വാസപൂർവ്വം ഏറ്റുപറയുകയും ജീവിതം കൊണ്ട് പ്രവർത്തനങ്ങളുടെ പ്രഘോഷിക്കുകയും ചെയ്യുക. അതാണ് ഏറെ പ്രധാനം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.